എല്ലാവർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഷീജ ഷെഫീഖ് ബോട്ടിക്കിൻ്റെയും വിഷു ആശംസകൾ. വിഷു വർക്കിംഗ് ഡേയിലായിരുന്നു കേട്ടോ. എന്നാൽ പോലും നമ്മുടെ ഫെസ്റ്റിവലൊന്നും നമുക്ക് മറക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ മോന് സ്കൂളുണ്ടായിരുന്നു. മോനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഞങ്ങൾ ഒരു ഉച്ചയായപ്പോൾ 1:30 മോനെ പോയി പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് റാസൽ കൈമ കാന്താരി റെസ്റ്റോറൻറ്റിലാണ്. എൻ്റെ പുണ്യ 1 മണിക്കൂർ യാത്ര ചെയ്താൽ എന്താ അടിപൊളിയായിട്ടുള്ള വിഷു സദ്യ കഴിക്കാൻ പറ്റി. അത് തന്നെ ഏറ്റവും മനസ്സ് നിറഞ്ഞ ഏറ്റവും നല്ലൊരു വിഷു ആയിരുന്നു കേട്ടോ. എന്ത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അറിയാമോ, സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം മലയാളികൾ ഉണ്ടാക്കി തന്ന അടിപൊളി സദ്യ, വിഷു സദ്യ. വിഷു ആയാലും ഓണം ആയാലും നമുക്ക് എന്താണ് ആദ്യം വരുന്നത് മനസ്സിലേക്ക്? സദ്യയാണ്. അത് മലയാളികൾ ഉണ്ടാക്കിയ കിടില സദ്യ മലയാളി മങ്കമാർ തന്നെ നമുക്ക് വിളമ്പി തന്നപ്പോഴത്തേക്ക് ആഹാ എന്ത് ആസ്വദിച്ച് നമ്മൾ കഴിച്ചു എന്നുള്ളതാണ്. പിന്നെ ആസ്വദിച്ച് കഴിക്കാറില്ലേ, പിന്നെ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. ടേസ്റ്റിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു സദ്യ തന്നെ ആയിരുന്നു ഈ പ്രാവശ്യത്തെ വിഷു സദ്യ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഷു സദ്യ നമ്മൾ കഴിക്കുന്നതെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ദുബായിൽ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് റെസ്റ്റോറൻറ്റുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് നമുക്ക് കിട്ടിയ ഒരു ട്രീറ്റ് ആയിരുന്നു ഈ വിഷു സദ്യ, ഇല്ലേ ഷീജ? അതെ. അപ്പം ഈ കാന്താരി റെസ്റ്റോറൻറ്റിന്റെ ഫസ്റ്റ് വിഷുവും കൂടി ഇട്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും അവിടെ പോയി ട്രൈ ചെയ്യണമെന്ന് നമുക്ക് രണ്ടുപേരും ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ നേരെ റാസൽ കൈമയ്ക്ക് വിട്ടത്. പക്ഷെ അവിടെ വരെ പോയിട്ട് നമ്മൾ ഒരിക്കലും നിരാശയായിട്ട് തിരിച്ചു വന്നതേ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അടിപൊളിയായിട്ടുള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ഞാൻ സാമ്പാറാണ് കേട്ടോ. ഞാൻ അങ്ങനെ കടകളിൽ പോയി കഴിഞ്ഞാൽ സാമ്പാർ അങ്ങനെ മേടിക്കാറേ ഇല്ല. ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നം വെച്ചിട്ട് ഞാൻ മേടിക്കാറേ ഇല്ല. പക്ഷേ ഈ ഒരു സാമ്പാർ കാരണം ഞാൻ 2-3 ട്രിപ്പ് ചോറ് മേടിച്ച് കഴിച്ചെന്നുള്ളത്. അതെ, ഞാനാണെന്നുണ്ടെങ്കിൽ ആദ്യമേ 2-3 ട്രിപ്പ് മേടിച്ച് കഴിച്ചു. അതിനുശേഷം പായസം കുടിച്ചു. പായസം കഴിച്ചതിന് ശേഷം വീണ്ടും ചോറ് മേടിച്ചിട്ട് അതിനകത്ത് മോരും രസമൊക്കെ ഒഴിച്ച് കഴിക്കുന്ന ആ സീനായിരുന്നു കഴിഞ്ഞ് മുമ്പ് പോയത് കണ്ടത്. ഷീജ ഞാൻ കരുതി ഇപ്പോൾ ഈ ഇലയും കൂടെ ഒക്കെ എടുത്ത് തിന്നു. നമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു. ഷീജയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പിന്നെ സാമ്പാറും അതേ കണക്ക് തന്നെ നമ്മുടെ മാങ്ങ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വയറും മനസ്സൊക്കെ നിറഞ്ഞ് എൻ്റെ പുണ്യ ഇവിടുന്ന് പോയാൽ ഒരു ഉഷാറൊക്കെ കഴിഞ്ഞ് നല്ല ടയേർഡായി. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ സദ്യ കഴിച്ച് നമ്മൾ ടയേർഡായെന്ന് പറയത്തില്ല, അങ്ങനെ ടയേർഡായിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ 5 അടിപൊളിയായിട്ടുള്ള മോര് കേട്ടോ. നല്ല പച്ച മോരിനകത്ത് കാന്താരിയൊക്കെ അരച്ച് മാങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കറിവേപ്പിലയും ഉള്ളിയൊക്കെ ഇട്ട് ചതച്ച് വാരിക്കൊണ്ട് തന്നു. അത് കുടിച്ചപ്പോൾ എൻ്റെ പൊന്നെ എന്തോ ഒരു ആശ്വാസം മനസ്സിന്. പക്ഷേ ഇവരിപ്പോൾ പറയുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല, ഇവരുടെ വിഷു സദ്യകൾ കൂടാതെ മറ്റുള്ള ഫുഡുകളും അടിപൊളിയാണെന്ന്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളാണെങ്കിൽ വിഷു സദ്യ എല്ലാം കഴിച്ചിട്ട് കുറേ അധികം നമുക്ക് അവർ പാഴ്സലും കൂടി തന്നിട്ട് നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഉള്ള എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നു വിട്ടതാണ്. അവരുടെ ആദ്യത്തെ വിഷുവാണ്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ റാസൽ കൈമയിലെ കാന്താരി റെസ്റ്റോറൻറ്റിൽ വിസിറ്റ് ചെയ്യുക. SH ഹോട്ടലിലാണ് ഉള്ളത്. റാസൽ കൈമ SH ഹോട്ടലിൽ നിന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ കിട്ടും. പിന്നെ ഇതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നാലും നിങ്ങൾ 056-423-7405 കോൺടാക്ട് ചെയ്തിരുന്നാലും ഡീറ്റെയിൽസ് കിട്ടും. കാന്താരി റെസ്റ്റോറൻറ്റ്, SH ഹോട്ടൽ, റാസൽ കൈമ. അപ്പോൾ എല്ലാവരും പോവുക, ഫുഡ് ആസ്വദിക്കുക, ആഘോഷിക്കുക.